ഇന്ന് നമ്മൾ രസഗുളയാണ് ഉണ്ടാക്കണേ. രസഗുള ഇതിപ്പോൾ ഞാൻ ബോളൊക്കെ ഉരുട്ടിയിട്ടിത് പഞ്ചസാര പാനിയിലിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് കുറച്ച് പ്രിപ്പറേഷനുണ്ട്. ഒരു 1/2 ലിറ്റർ പാലെടുക്കുക. പാലെടുത്ത് ചൂടാക്കുക. ഒന്ന് തിളച്ച് വരുന്ന കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 നാരങ്ങ നീര് കുറേശ്ശെ ചേർത്ത് ഇളക്കുക. അല്ലിയൊന്നും പാടില്ല. എന്നിട്ട് അപ്പോൾ ആ പാലങ്ങോട്ട് പിരിഞ്ഞ് കിട്ടും. പിരിഞ്ഞ് കിട്ടി നല്ല മൊത്തം പിരിഞ്ഞ് കിട്ടി കഴിയുമ്പോൾ ഒരു അരിപ്പയിൽ അരിച്ച് ആ പിരിഞ്ഞ സാധനം സ്ട്രെയിൻ ചെയ്തെടുക്കുക. അത് അരിച്ചെടുക്കുക. ഒട്ടും വെള്ളം ഇല്ലാണ്ട് കുറച്ച് നേരം ഒരു 1/2 മണിക്കൂർ നേരമെങ്കിലും അരിപ്പയിൽ തന്നെ വെച്ച് ആ വെള്ളം മൊത്തം ഊറ്റിക്കളയുക. അതിനുശേഷം നമ്മളത് ഈ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടി നന്നായി കുഴയ്ക്കുക. കുഴച്ച് ഒരു 10 മിനിറ്റ് വരെ കുഴച്ചാൽ മതി. കുഴച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മളത് ചെറിയ ഉരുളകളാക്കുക. അധികം വലിപ്പമൊന്നും വേണ്ട. കാരണം ചെറിയ ഉരുളാക്കിയാലും ഈ പഞ്ചസാര ലായനിയിലിടുമ്പോൾ അത് വീർത്ത് വന്നോളും. അപ്പോൾ നമ്മൾ ഉരുളകളാക്കി വെച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിനിപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു അളവ് ഗ്ലാസ്സിൽ ഇപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെ അല്ല, അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ഇതിൽ ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര എടുക്കുക. അതിനനുസരിച്ച് 1.5 ഗ്ലാസ് വെള്ളവും ചേർക്കുക. എന്നിട്ട് ആ പഞ്ചസാര പാനി ഇങ്ങനെ പഞ്ചസാരയിൽ തീ കത്തിച്ചിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന അതിൽ ആ പഞ്ചസാര ലയിച്ച് പഞ്ചസാര പാനിയായി വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടിരിക്കുന്ന ഇതിലേക്ക് പയ്യെ ഇടുക. പയ്യെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് മൂടി കിടക്കാവുന്ന രീതിയിൽ ഇടുക. ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും വേവത്തില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് മൂടി കിടക്കാത്തതുകൊണ്ട് ഇടയ്ക്ക് മുകളിലേക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 20 to 25 ഈ സ്റ്റൗവിൽ സിമ്മാക്കി വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് അത്രയും വെന്ത് കഴിഞ്ഞിട്ട് ആ ഉരുളയൊക്കെ എടുത്ത് ഓരോ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പഞ്ചസാര പാനി അതിൻ്റെ മുകളിൽ ഒഴിക്കുക. അത് ആറിക്കഴിയുമ്പോൾ എടുത്ത് കഴിക്കുക. സ്വാദിഷ്ടമായ രസഗുള നമുക്ക് കഴിക്കാം. ഇപ്പം രസഗുള നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഓരോന്നായി കഴിക്കാം. സ്വാദിഷ്ടമായ രസഗുള. അപ്പോൾ ഓക്കെ, ബൈ.